കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ അനുജക്ക് പാർശ്വകത്ത് കർത്താവ് നൽകിയ നിയോഗപ്രകാരം ഈ പട്ടണത്തിൻ്റെ മധ്യത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ടെൻഡർവെൽ മീറ്റിങ്ങിൽ ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനൊരു നിയോഗം പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ദാസന് കൊടുത്തതിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് ഈ വർഷം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എന്നെ കാണിച്ചൊരു സ്വപ്നമുണ്ട്. ഈ വർഷം മഹത്വത്തിൻ്റെ വർഷമായിരിക്കുമെന്ന്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ പകൽ പരിശുദ്ധാത്മാവ് അങ്ങനെ അത് തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ ദൈവസഭകളുടെ പേരുള്ള പ്രത്യേക സ്നേഹത്തെ ഞങ്ങൾ അനുജാക്ക് പാസ്റ്റർക്കും ടീമിനും പങ്കിടുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത് അവിചാരിതമല്ല, ഇത് ദൈവത്തിൻ്റെ മുൻ നിയമനപ്രകാരം നടക്കുന്ന മീറ്റിംഗ് ആണ്. ഞാൻ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു പ്രത്യേക കാര്യത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനൊരു കാര്യം ഇവിടെ വെച്ച് ചെയ്യേണ്ടി വന്നത്. തൃശ്ശൂർ പട്ടണം കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം എന്ന പേരിൽ അപരനാമത്തിൽ അറിയപ്പെടുന്ന പട്ടണമാണ്. കണ്ടമാനം സാഹിത്യകാരന്മാർ എഴുന്നേറ്റുള്ള പട്ടണമാണ് തൃശ്ശൂർ. കേരള ശാസ്ത്ര സാഹിത്യ സമിതിയുടെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. കണ്ടമാനം കൃതികൾ മലയാളത്തിൽ ഇറങ്ങിയ ഈ പട്ടണത്തിൽ നിന്ന് ദൈവരാജ്യ മഹിമയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിലെ പണ്ഡിതന്മാരാൽ കണ്ടമാനം പുസ്തകങ്ങൾ ഈ പട്ടണത്തിൽ ദൈവാത്മാവ് ദൈവസഭകൾക്ക് വേണ്ടി തുറന്നു തന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇവിടെ വെച്ച് ദൈവരാജ്യ വികസനത്തിന് വേണ്ടി ദൈവാത്മാവിനാൽ ദൈവിക വെളിപ്പാടിനാൽ രചിക്കപ്പെട്ട അനുഗ്രഹീതമായ മറ്റൊരു പുസ്തകം കൂടെ ഇവിടെ വെച്ച് പരിശുദ്ധാത്മാവിനാൽ പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. ആ പുസ്തകം എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ജോമോൻ ഷാമുവേലാണ്. ഈ പട്ടണത്തിൽ ദീർഘവർഷങ്ങളായി കർത്തരാജ്യത്തിനു വേണ്ടി അത്യുദ്ധാനം ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ തൻ്റെ സഹോദരി പ്രിയ സിസ്റ്റർ ബിൻസി ശക്തമായ കൃപാവരങ്ങളാലും ദൈവവചന വെളിപ്പാടിനാലും ദൈവരാജ്യ മഹിമയ്ക്ക് വേണ്ടി ഈ പട്ടണത്തിൽ മാത്രമല്ല കേരളത്തിലും കേരളത്തിന് പുറത്തും വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വളരെ ശക്തിയോടെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസനായിട്ട് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹീതമായ പുസ്തകം. ഞാൻ ഇന്നലെയാണ് എൻ്റെ കയ്യിൽ പുസ്തകം കിട്ടുന്നത്. ലഭ്യമായ സമയത്തിനുള്ളിൽ ഞാൻ ഇതിൻ്റെ ഉള്ളടക്കം ധ്യാനിപ്പാനിടയായി തീർന്നു. ബൈബിൾ പറഞ്ഞൊരു പദമുണ്ട്, പരിജ്ഞാനമില്ലായാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. അപ്പോൾ പരിജ്ഞാനമുള്ളിടത്ത് ജനം നശിക്കുകയല്ല, ജനം ദൈവത്താൽ അനുഗ്രഹം അനുഭവിക്കാൻ തുടങ്ങും. ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകളെ ആധികാരികമാക്കി എഴുതിക്കൊണ്ട് കർത്താവിൻ്റെ ദാസനാൽ രചിക്കപ്പെട്ട ഈ പുസ്തകം കണ്ടമാനം ആത്മീക സത്യങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട വേർപെട്ട ദൈവമക്കളുടെ പ്രത്യേകത നമുക്ക് വേദപുസ്തകത്തിനകത്തുള്ള കണ്ടമാനം വിഷയങ്ങളെക്കുറിച്ച് നമുക്കറിയാം. പ്രാർത്ഥന, വിശ്വാസം, രക്ഷ, കണ്ടമാനം പഠന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ ആഴമായി പഠിക്കുന്നവരാണ്. എന്നാൽ ബൈബിൾ ഏകദേശം 2500 താഴെ വാക്യങ്ങൾ നമ്മോട് സംസാരിച്ചിരിക്കുന്ന സാമ്പത്തിക വിഷയത്തെക്കുറിച്ച് നമ്മുടെ ഇടയിൽ പഠിപ്പിക്കാറുമില്ല, നമ്മൾ പഠിക്കാറുമില്ല. കാരണം സമ്പത്തുണ്ടാകുന്നത് പൈശാചികമാണ്, അത് ഉണ്ടായാൽ നമ്മൾ തകർന്നു പോകുമെന്നൊക്കെ ചിന്തിച്ച് അതിനൊക്കെ എതിരെ വിരോധമായി പഠിപ്പിക്കുന്നവരും അനുഗ്രഹത്തിനും പ്രോസ്പെരിറ്റിക്കും ഒക്കെ എതിരെ പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ പരിശുദ്ധാത്മ വെളിപ്പാട് നൽകിയപ്പോൾ നട്ടല്ലോടെ കേരളക്കരയ്ക്ക് വേണ്ടി ദൈവാത്മാവ് മഹത്വത്തിന്റെ സമ്പത്ത് എന്നൊരു പുസ്തകം കർത്താവിന്റെ ദാസനാൽ പരിശുദ്ധാത്മാവ് നമുക്ക് തുറന്നു നൽകുകയാണ്. ഞാൻ ഈ പുസ്തകം രചിച്ചു വായിച്ചു നോക്കിയപ്പോൾ ഇതിനകത്ത് പ്രധാനമായ 6 അധ്യായങ്ങളാണ് കർത്താവിന്റെ ദാസനെ ഇതിനകത്ത് തിരിച്ചിരിക്കുന്നത്. പ്രഥമ ഭാഗത്ത് ദശാംശം, 2ാം ഭാഗത്ത് വഴിപാട്, 3ാം ഭാഗത്ത് ദാനധർമ്മങ്ങൾ, 4ാം ഭാഗത്ത് സാമ്പത്തിക അച്ചടക്കം, 5ാം ഭാഗത്ത് സാമ്പത്തിക സ്വാതന്ത്ര്യം. ഈ വെളിപ്പാടിൽ വളരുന്നവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ. അങ്ങനെ മനോഹരമായി താനിത് വളരെ പ്രാർത്ഥിച്ച് കൃത്യമായ ദൈവാത്മാവിനാൽ എഴുതപ്പെട്ടൊരു പുസ്തകം. നിങ്ങൾക്കെല്ലാവർക്കും ഈ പുസ്തകം അനുഗ്രഹമാകും. 2021 മുതലാണ് ഞാൻ അനുഗ്രഹം, ബ്ലെസ്സിങ് പ്രസംഗിക്കാൻ തുടങ്ങുന്നത്. അന്നു മുതൽ ഞങ്ങളുടെ കുടുംബം ബ്ലസ്സഡായി മാറി. പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു സാമ്യമുണ്ട്. ജോമോൻ ഭാഷ ചർച്ചിൻ്റെ പേരും ഷാലോം എന്നാണ്, ഞങ്ങളുടെ ചർച്ചിൻ്റെ പേര് ഷാലോം എന്നാണ്. 2 ഷാലോമുകാരാണ് ഞങ്ങൾ. 2 ഷാലോമിലും കർത്താവ് വെളിപ്പാട് തന്നവരായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവാത്മാവ് കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്ന ഈ സമയത്ത് തിരുവചന സത്യങ്ങളുടെ മൂല്യതകൾ തുറന്നു ശക്തിയോടെ കർത്താവിന്റെ സഭയെ ബ്ലസ്സഡാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ ഉയർത്തി നമുക്ക് ശക്തിയോടെ സ്തോത്രം കർത്താവിന് പറയാം. ദൈവസഭയ്ക്കകത്ത് നമ്മൾ പലപ്പോഴും പഠിപ്പിക്കാറുണ്ട്, പട്ടണത്തിൽ ഏറ്റവും വലിയ ധനാഢ്യന്മാർ സഭയ്ക്കകത്ത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ തിരിച്ച് ചർച്ചിൽ പറയാറുണ്ട്, എന്തുകൊണ്ട് നമ്മുടെ ചർച്ചിനകത്തിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവിന് ഈ പട്ടണത്തിൽ ഏറ്റവും ബ്ലസ്സഡായ ഒരു ബിസിനസ്സുകാരനെ വളർത്തിക്കൂടാ? നമ്മൾ അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരാൻ പ്രാർത്ഥിക്കുക അല്ല, അന്ത്യകാല സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ആത്മപകർച്ചയ്ക്കൊപ്പം തന്നെ അയക്കാൻ പോകുന്നതാണ് സാമ്പത്തിക ബ്രേക്ക് ത്രൂ. പരിശുദ്ധാത്മാവ് അയക്കുക. അത് ആഴമായി പ്രതിപാദിച്ചിരിക്കുന്ന ഈ പുസ്തകം
നിങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും അനുഗ്രഹമാണ്. കഴിയുന്നവർ ഒരു പുസ്തകമെങ്കിലും വാങ്ങി നിങ്ങൾ ഈ വെളിപ്പാടുകൾ നിങ്ങൾ പഠിക്കുകയും നിങ്ങളുടെ സഭയ്ക്കകത്ത് ഇത് തുറക്കുകയും. ഞങ്ങളുടെ ചർച്ചയിൽ കുറെ മാസങ്ങളായിട്ട് ഞങ്ങൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുസ്തകം ഞാനിപ്പോൾ ഇവിടെ ഒരു വാക്യം വായിച്ച് ഇന്ത്യയുടെ സുവിശേഷൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന, ഇപ്പോൾ സുവിശേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ കർത്താവിന്റെ ചില സാക്ഷ്യങ്ങൾ ഞങ്ങളിവിടെ ഈ ടെന്റിനകത്തിരുന്ന് കേട്ടു. 470 പരം മിഷണറിമാര് പല രാജ്യങ്ങളിൽ, പല ഭൂഖണ്ഡങ്ങളിൽ ദൈവരാജ്യത്തിന്റെ പ്രവർത്തികൾ, ഇങ്ങനെയുള്ള അനേക പ്രോഗ്രാമുകൾ, തൻ്റെ കൂടെയുള്ള വാഹനങ്ങൾ തന്നെ എല്ലാം കൂടെ കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഇന്ത്യൻ ഇവാഞ്ചലിസ്റ്റ് എന്ന് വിളിച്ച പോരാ, മലയാളികളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച അപ്പോസ്തലൻ എന്ന് വേണം കർത്താവിന്റെ ദാസൻ അനു ജേക്കബിനെ വിളിക്കാനായിട്ട്. അതുകൊണ്ട് കർത്താവിന്റെ ദാസൻ തന്നെയാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ ഏറ്റവും ഇന്ന് ഇവിടെ യോഗ്യനായ വ്യക്തി എന്ന് ഞാൻ ചിന്തിക്കുന്നു. കർത്താവിന്റെ ദാസൻ വിശ്വാസത്താൽ മാത്രമാണ് ഈ കാര്യങ്ങൾ ക്രമീകരിച്ച് മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം മാത്രം വായിച്ചുകൊണ്ട് ഞാൻ ഈ പുസ്തകം കർത്താവിന്റെ ദാസന് കൈമാറി ഞാൻ ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുവാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവിന്റെ ദാസൻ അനു ജേക്കബ് പാസ്റ്ററും കർത്താവിന്റെ ദാസൻ ജോമോൻ പാസ്റ്ററും ഇപ്പോൾ സ്റ്റേജിലേക്ക് വരണമേ എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. കർത്താദാസന്മാർ സ്റ്റേജിലേക്ക് കടന്നു വരും. ഞാനൊരു വാക്യം വായിച്ച് പുസ്തകം കർത്താവിന്റെ ദാസന് കൈമാറുന്നു. അപ്പോൾ കർത്താവിന്റെ ദാസൻ ഇത് വാങ്ങി ചില വാക്കുകൾ പറഞ്ഞ് ഈ പുസ്തകത്തെ പ്രാർത്ഥിച്ച ദൈവങ്ങളിലേക്ക് കൈമാറും. നിങ്ങൾക്ക് ഈ പുസ്തകത്തിന്റെ കോപ്പി പുറകിൽ ഇന്നു മുതൽ ലഭ്യമാണ് എന്ന കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. സദൃശ്യവാക്യ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവയുടെ നമുക്ക് ഒരുമിച്ച് മനസ്സിലായിട്ട് നിൽക്കാം. ഈ വാക്യം നമുക്ക് ഒരുമിച്ചൊന്ന് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സദൃശ്യവാക്യ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം: യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. മലയാളത്തിൽ നമ്മുടെ പരിഭാഷയിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷിലോ മറ്റു പരിഭാഷകളിലോ വായിച്ചാൽ അതൊന്നുകൂടെ അർത്ഥവ്യാപ്തി കൂടുതലാണ്. ഞാൻ POCയിലെ വാക്യം വായിക്കുന്നു: കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. സകല കുടുംബങ്ങളിൽ നിന്നും ദുഃഖങ്ങളെ അടർത്തി മാറ്റി ദൈവത്താലുള്ള അനുഗ്രഹത്താൽ നമ്മുടെ കുടുംബങ്ങളെ മുഴുവൻ സമ്പത്ത് കൊണ്ട് നിറയ്ക്കുന്ന ദൈവത്തിന്റെ മഹത്വം ദൈവസഭയ്ക്കകത്ത് തുറക്കണമെന്ന് ഈ പുസ്തകം പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസൻ അനു ജേക്കബിന് ഈ പുസ്തകം പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നൽകിക്കൊണ്ട് ഈ പുസ്തകം ഞാൻ പ്രകാശനം ചെയ്തുകൊള്ളുന്നു. കാര്യം പഠിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ മഹത്വം കൊടുക്കാം. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത്. പഴയ നിയമത്തിൽ ഒറ്റ രാത്രി മുഴുവനും ദൂതനോട് മൽപ്പിടുത്തം നടത്തി എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് ആമേൻ യാക്കോബ് പറഞ്ഞു. പുതിയ നിയമത്തിൽ തന്നെ പിടിച്ച് നിർത്തിയിട്ട് പത്രോസെ നിന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞൊരു കർത്താവുണ്ട്. സ്തോത്രം. നല്ലൊരു ആമേൻ പറഞ്ഞ് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീന് പോലും വലയ്ക്കകത്ത് കയറാതിരുന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടത്തില്ല. അത് വല കീറുമാറ് ആമേൻ പടകിനകത്ത് മീനുകൾ കൊണ്ട് നിറയ്ക്കുകയും പത്രോസിന്റെ പടക് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കിയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ വചനത്തിന്റെ വെളിപ്പാട് നമ്മുടെ മേൽ കടന്നു വന്നാൽ നമ്മൾ ഒരു അനുഗ്രഹമായി തീരും. അതിന് ഈ ഒരു ബുക്ക് കാരണമാകട്ടെ, ഈ വെളിപ്പാടുകൾ കാരണമാകട്ടെ. ആമേൻ. ഈ അഭിഷിക്തന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇതിനേക്കാളും വലിയ ദൈവിക വെളിപ്പാടുകൾ നൽകിയത് രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് ഹൃദയമായി ആശംസിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മൾ ഇതിനെ ഒരുമിച്ച് ബ്ലസ് ചെയ്യുകയാണ്. കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഇരിക്കാം.